പ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വൈകലിന് കാരണക്കാരൻ ഞാനല്ല, ഇന്ത്യൻ റെയിൽവേയാണ്. ഞാനും സഖാവ് സുനിൽ ചേലേമ്പ്രയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കാസർഗോഡ് പൂക്കാസയുടെ ഒരു പരിപാടിയിൽ 5 മണിക്ക് സംസാരിക്കേണ്ട ആളാണ്. ഇതേ ട്രെയിനിൽ തന്നെ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളും ഉണ്ടായിരുന്നു. 1000 വട്ടം മനസ്സിൽ വിചാരിച്ചു പുള്ളിയുടെ അടുത്ത് പോയി ആർക്കാണിത്ര തിടുക്കം എന്ന ഒരു ചോദ്യം ചോദിച്ചാലോ എന്ന്. പുള്ളി നീലീശ്വരത്ത് ഇറങ്ങിയിട്ട് വലിയ കാറിലങ്ങ് പോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ രമേശൻ സഖാവിൻ്റെ ചെറിയ കാറിൽ ഇങ്ങോട്ട് എത്തണം. അതിൻ്റെ ഒരു താമസമൊക്കെ കുടുങ്ങിയതുകൊണ്ട്, എന്നാലും എൻ്റെ കാരണം കൊണ്ടല്ലെങ്കിലും ആമുഖമായി വൈകിയതിൽ ക്ഷമയോദിക്കുകയാണ്. പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണ് ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. പാർട്ടി അതിൻ്റെ സമ്മേളനങ്ങളുടെ വസന്തകാലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഈ കേരളത്തിൻ്റെ ഏത് നഗരവീഥികളിലൂടെ നടന്നു പോവുകയാണെങ്കിലും, ഏത് ഗ്രാമവീഥികളിലൂടെ കടന്നു പോവുകയാണെങ്കിലും, ഏത് കായൽ പരപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിലും, വഴിയരികിൽ, കായലോരത്ത്, നദിയോരത്ത് ചുവന്ന കൊടികൾ തുടർച്ചയായി നാട്ടിവെച്ചത് ഉണ്ടെങ്കിൽ നമുക്കുറപ്പിക്കാം അവിടെ എവിടെയെങ്കിലും പാർട്ടിയുടെ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. എനിക്കിത്തവണ ഈ സമ്മേളനകാലത്ത് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം, നേരത്തെ നിരവധി സമ്മേളനകാലങ്ങളിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിനേക്കാൾ വലിയ ജനക്കൂട്ടം ലോക്കൽ സമ്മേളനങ്ങളിലും ഇപ്പോൾ തുടങ്ങിയ ഏരിയ സമ്മേളനങ്ങളിലും കാണുന്നുണ്ട്. അതിന് അൻവറിനോട് ഒരു നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രായമേറെ ചെന്നവർ, നമ്മുടെ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ കുഴിയിലേക്ക് കാല് നീട്ടി നിൽക്കുന്ന ആളുകൾ പോലും വടികുത്തി കൊടി പിടിച്ച് ആരടാ ഞങ്ങളുടെ പാർട്ടിയെ വെല്ലുവിളിക്കാനെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. ഈ സമ്മേളനം നടക്കുമ്പോഴും നമുക്കെതിരെ പല വിമർശനങ്ങളും പത്രങ്ങളിലും മറ്റെതിരാളികളുടെ ഭാഗത്തു നിന്നും എല്ലാം കേൾക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ, ഇതുവരെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായി പങ്കെടുത്ത ബ്രാഞ്ച് സമ്മേളനമാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കം പാർട്ടിയിലുള്ളവർ എൻ്റെ പിറകിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്നുണ്ട് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. എനിക്കാണെങ്കിൽ ഈ പാർട്ടിയിൽ വളരെ കുറഞ്ഞ നാളത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമാണുള്ളത്. 14 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 2010 ഞാൻ ഈ പാർട്ടിയിൽ മെമ്പറായത്. ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നതെന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്കറിയാം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ പാർട്ടി എന്നെ ബ്രാഞ്ച് മെമ്പറാക്കിയില്ല. എന്നെ അനുഭാവി ഗ്രൂപ്പിൽ ചേർത്തു, കാൻഡിഡേറ്റ് മെമ്പറാക്കി. അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വരുന്നത് കോൺഗ്രസിൽ നിന്നാണ്, അതിൻ്റെ പല ദുശ്ശീലങ്ങളുണ്ടാവും, ആ ദുശ്ശീലങ്ങളൊന്നും ഈ പാർട്ടിയിൽ പറ്റില്ല, അതൊക്കെ മാറ്റണം, അതിനുള്ള സമയമാണ് എനിക്ക് തന്നത്. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് എൻ്റെ ദുശ്ശീലങ്ങളോടൊക്കെ വിടവാങ്ങി 2010 ഞാൻ ഈ പാർട്ടിയിലെ ബ്രാഞ്ച് മെമ്പറായി. ബ്രാഞ്ച് മെമ്പറായി 1 വർഷമോ 2 വർഷത്തിനോ ഇടയിലാണ് ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനം എന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. എൻ്റെ നാട്ടിലെ കൊടിയത്തൂർ അങ്ങാടിയിലെ ചെറിയ ഗ്രാമത്തിലെ അങ്ങാടിയിൽ അനുഭാവി സഖാക്കളും പാർട്ടി മെമ്പർമാരും പ്രകടനമൊക്കെ നടത്തി, പതാക ഉയർത്തി, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി, പാർട്ടി ഓഫീസിലേക്ക് കയറി. ബ്രാഞ്ച് സമ്മേളനമാണ്, ഓഫീസിൽ കയറാൻ്റെ ഇരിക്കേണ്ട ആളുകളേ ഉള്ളൂ. അവിടെ ഇരുന്നപ്പോൾ സ്വാഭാവികമായി സമ്മേളന നടപടികൾ ആരംഭിച്ചു. സ്വാഗതം പറഞ്ഞു, അധ്യക്ഷനെ വിളിച്ചു, അധ്യക്ഷൻ അജണ്ട വായിച്ചു. ആ അജണ്ട പ്രകാരം ആദ്യത്തെ ഇനം രക്തസാക്ഷി പ്രമേയമാണ്. ഒരു സഖാവ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പൊരുതി മരിച്ച ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി പ്രമേയം അവസാനിച്ചു. അനുശോചന പ്രമേയമാണ് അടുത്തത്. ആ അനുശോചന പ്രമേയം ഒരു സഖാവ് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു. മറ്റൊന്നുമല്ല,
ഞാൻ ഇരിക്കുന്നത് CPM-ൻ്റെ സമ്മേളനത്തിൽ തന്നെയല്ലേ? അങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിൽ വരാനുള്ള കാരണം, സമ്മേളന കാലയളവിൽ മരിച്ചവരുടെ പേരുകൾ വായിക്കുമ്പോൾ CPM-ൻ്റെ മാത്രം മരിച്ചുപോയ ആളുകളുടെ പേരുകളല്ല വായിക്കുന്നത്. വർഗീയ ശക്തികളല്ലാത്ത എല്ലാ പാർട്ടികളുടെയും, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും, എന്തിന് പാണക്കാട് തങ്ങളുടെ അടക്കം പേരെടുത്ത് വായിക്കുമ്പോൾ കേരളത്തിലെ 38,000 ബ്രാഞ്ചുകളിലെ 10,000-കണക്കിന് പാർട്ടി സഖാക്കൾ എണീറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ ഈ പാർട്ടിയുടെ സംസ്കാരത്തെ ഞാൻ അവിടെ തിരിച്ചറിയുകയായിരുന്നു. വലിയ ബഹുമാനം എനിക്ക് പാർട്ടിയോട് അവിടെ തുടങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് ഉദ്ഘാടകനെ വിളിച്ചു. ഏരിയ കമ്മിറ്റി പ്രതിനിധിയാണ് ഉദ്ഘാടകൻ. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയില്ല. കാരണം ഞാൻ കോൺഗ്രസ് ആയിരിക്കുന്ന കാലത്ത് പാർട്ടി സഖാക്കളുടെ പ്രസംഗം കേൾക്കുമ്പോൾ അവർ തുടങ്ങുക അമേരിക്ക എന്നായിരിക്കും. എന്നിട്ട് യൂറോപ്പിലൂടെ, മധ്യപൗരസ്ത്യ ദേശത്തിലൂടെ, റഷ്യയിലൂടെ, ചൈനയിലൂടെ, ഡൽഹിയിൽ വന്ന് പിന്നെ കേരളത്തിലെത്തും. അന്ന് ഞങ്ങളൊക്കെ പരിഹസിക്കും, അയാൾ കേരളത്തിലേക്ക് വരട്ടെ, അപ്പോഴേക്കും നമുക്കൊരു ചായ കുടിച്ച് വരാം, എന്നിട്ട് പൊതുവം കേൾക്കാം എന്നൊക്കെ പരിഹസിക്കും. അപ്പോൾ ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനത്തിലും ഏരിയ കമ്മിറ്റി അംഗം അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കപ്പോൾ ഒരു അതിശയം തോന്നി. എന്തിനായിരിക്കണം ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും അമേരിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും റഷ്യയുടെയും മധ്യപൗരസ്ത്യ ദേശത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സഖാവ് ഇങ്ങനെ സംസാരിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ എനിക്ക് ഇത്തിരി വൈകി. പ്രിയപ്പെട്ടവരെ, കാഞ്ഞങ്ങാട് ഉദുമയിലെ ഈ ഗ്രൗണ്ടിൽ ആകാശത്ത് മഴമേഘങ്ങൾ നമ്മളെ ഭയപ്പെടുന്നുണ്ട്. മഴ പെയ്താൽ ഓടി എവിടെയെങ്കിലും ഇരിക്കാമെന്നുള്ള ധൈര്യം നമുക്കുണ്ട്. എന്നാലും ഈ സമ്മേളനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പിഞ്ചു മക്കൾ നമ്മളെ കാത്തവിടെ ഇരിക്കുന്നുണ്ട്. കയറി ചെല്ലാൻ നമുക്കൊരു വീടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഈ നീലാകാശത്തിൻ്റെ ചുവട്ടിൽ ഓടിച്ചെല്ലാൻ ഒരു വീടില്ലാതെ, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കണ്ടോ എന്നറിയാതെ, തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇതുവരെ കയ്യിലുണ്ടായിരുന്ന കുട്ടികൾ എവിടെ പോയി എന്ന് തിരിച്ചറിയാതെ ഓരോ നിമിഷങ്ങളെയും ശപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ പേര് ഫലസ്തീനികൾ എന്നാണ്. ആ ഫലസ്തീനികളെക്കുറിച്ച് CPIM ഒരു നയം സ്വീകരിക്കുമ്പോൾ, ഈ കേരളത്തിൽ ഫലസ്തീനികൾക്ക് അനുകൂലമായി കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ പ്രകടനം നടത്തുമ്പോൾ, ഐക്യദാർഢ്യ സമ്മേളനം നടക്കുമ്പോൾ, ഈ പാർട്ടിയിലെ ഒരു മെമ്പർക്കും എന്തുകൊണ്ട് ഫലസ്തീൻ അനുകൂലമായി നമ്മൾ പ്രകടനം നടത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് അത് ന്യൂനപക്ഷ പ്രീണനമാണ്, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനാണ് എന്ന് പറയുമ്പോൾ, അല്ല എന്ന് തൻ്റെ ഇടത്തോടെ ഒരു CPM-ൻ്റെ ബ്രാഞ്ച് മെമ്പർക്ക് പോലും പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് എന്ന് കാലം എന്നെ പഠിപ്പിച്ച പാഠമാണ്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ പാർട്ടി ചർച്ചയിൽ, ഇവിടെ പൊതുയോഗങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, ഇപ്പോഴും നിലക്കാത്ത ആ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു, സോവിയറ്റ് റഷ്യ, അത് തകർന്നു. ഇന്നത്തെ റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, എന്നാലും കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന മണ്ണാണ്. അതിനെ ഉക്രൈൻ ആക്രമിക്കുമ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിക്കുക ചെയ്തത്. എന്തുകൊണ്ടാണ് ഉക്രൈൻ ആക്രമിക്കേണ്ടി വന്നത്? ഉക്രൈനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഉക്രൈനെ കുന്തമുനയാക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ സാമ്രാജ്യത്വവും റഷ്യയെ ഏത് നിമിഷത്വവും കടന്നാക്രമിക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണ്. അങ്ങനെ ആയുധശേഖരം നടക്കുമ്പോൾ അവരെ അടിച്ചൊതുക്കുക എന്നുള്ള ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇടപെടൽ. ഞാനിപ്പോൾ പറയുമ്പോഴും നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ ഇപ്പോൾ ഈ ചങ്ങാതിൻ്റെ പ്രസംഗം കേൾക്കാൻ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് ഇയാൾ വന്നിട്ട് ഉക്രൈനും റഷ്യയൊക്കെ പറയുന്നു എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യ, അവൾ വലിയ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല, അവൾ എന്നോട് എന്നാലും ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ റഷ്യൻ്റെ കൂടെ നിൽക്കുന്നത്? റഷ്യ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പം ഞാൻ ഇവളോട് ഈ അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്പിൻ്റെ അധീശത്വവും ഒക്കെ പറഞ്ഞു. അവൾക്കുണ്ടോ വല്ലതും മനസ്സിലാവുന്നു? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നില്ല. പക്ഷെ അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഞാനൊരു വെട്ടുകത്തി എടുത്തിട്ട് തലയിണയുടെ ചൂട്ടിൽ വെച്ചു. കിടക്കാൻ നേരത്ത് ഞാൻ ലൈറ്റ് ഓഫാക്കി, ഭാര്യ ലൈറ്റ് ഇട്ടു, ഞാൻ ലൈറ്റ് ഓഫാക്കി, ഭാര്യ ലൈറ്റ് ഇട്ടു. ഇതിങ്ങനെ തുടർന്നപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, അല്ല കിടക്കണ്ടേ? അപ്പോൾ അവൾ പറഞ്ഞു, ഉറക്കം വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണെന്ന് ഉറക്കം വരാത്തത്? ആ തലയിണയുടെ ചുവട്ടിലുള്ള വെട്ടുകത്തിയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, അതാണ് ഉക്രൈൻ, റഷ്യൻ്റെ ഉറക്കം പോയത് അതുകൊണ്ടാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് വെട്ടുകത്തി എടുത്ത് കളഞ്ഞാൽ നിനക്കുറക്കം വരൂ, ഉക്രൈൻ്റെ ആക്രമണമുന തകർത്താൽ റഷ്യക്ക് ഉറക്കം വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ചുരുക്കി പറയാം,
അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ സംസാരിച്ച് കേരളത്തിൽ വന്ന് കേരള രാഷ്ട്രീയം സംസാരിച്ച് അതാത് മണ്ഡലങ്ങളിലൊക്കെ അടുത്ത് നിങ്ങൾക്കറിയാലോ, പങ്കെടുത്തവരാ പലരും. ഞാൻ ഇതിൽ പങ്കെടുക്കാത്ത ആളുകളും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവില്ല നമ്മളെ വീക്ഷിക്കുന്നത്, അവരൊന്നറിയാൻ പറയാൻ. അത് കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്വയം എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രാഞ്ച് മെമ്പർമാരുടെ ആചരണനില പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു, അതും അവസാനിച്ചു. അടുത്ത വിഷയം ചർച്ചയാണ്. ഈ 2 കാര്യത്തിൽ അതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ ചർച്ച തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഭയം ഇങ്ങനെ ഉരുണ്ട് കയറാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയോ? പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന സകല മെമ്പർമാരും ചാടി എണീറ്റ് ഈറ്റപ്പുലിയെ പോലെ കടന്നാക്രമിക്കുകയാണ്. ആരെയാ? ഏരിയ സെക്രട്ടറി പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ഈ കേരളത്തിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അവരിങ്ങനെ വിരൽ ചൂണ്ടി ഗർജിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടി ആയിരുന്നെങ്കിൽ ആംബുലൻസ് എപ്പോൾ വന്നു, പോലീസ് എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. ഇതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ ശക്തമായി പറയാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇങ്ങനെയാണെങ്കിൽ ലോക്കൽ സമ്മേളനത്തിൽ എങ്ങനെയായിരിക്കും? ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനത്തിൽ എങ്ങനെയായിരിക്കും? അപ്പം ജില്ലാ സമ്മേളനത്തിലോ? അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ എന്താ സ്ഥിതി? ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനാണ്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് പറയുന്നവരുടെ പാർട്ടിയാണ് CPIM എന്ന തിരിച്ചറിവ് അന്ന് എനിക്കുണ്ടായി. ഇല്ലേ? ഇപ്പം നമ്മുടെ സമ്മേളന കാലത്ത് പത്രങ്ങൾ പറയാണ്, പാലക്കാട് രൂക്ഷ വിമർശനം ജില്ലാ നേതൃത്വത്തിനെതിരെ, കണ്ണൂരിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു. സമ്മേളനത്തിൽ ഇല്ലേ, ഓരോ ജില്ലയിലും പാർട്ടി നേതാവിനെതിരെ പ്രസംഗിച്ചു, ആഞ്ഞടിച്ചു, ഭയങ്കര ബഹളം. ഇത് വാർത്തയാണ്, നിങ്ങൾ മനസ്സിലാക്കിയത്? ഇത് വാർത്തയാണെന്നാണ് പത്രക്കാർ വിചാരിക്കുന്നത്. ഇതാണ് സമ്മേളനം. പറയാനുള്ളത് പറയുക, വിമർശിക്കാനുള്ളത് വിമർശിക്കുക. അതാരായാലും പറയും, ഈ പാർട്ടി പറഞ്ഞിരിക്കും. അതിനെ വലിയ സംഭവമാക്കിയിട്ട് സംസ്ഥാന സമ്മേളന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം കാസർഗോഡ് ജില്ലയിലെ സമ്മേളനങ്ങളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയം? സംസ്ഥാന ഭരണത്തിനെതിരെ ഉണ്ടാവും, സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടാവും. പറയാനുള്ളത് പറയേണ്ടുന്ന സമയമാണ് സമ്മേളനകാലം, ഇല്ലേ? അപ്പോൾ അവർക്ക് പറയാനുള്ളത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഈ വിരൽ ചൂണ്ടിയാണ് പറയുന്നത്. 3 വിരൽ തൻ്റെ നേർക്കുണ്ട്. തൻ്റെ പോരായ്മകളും പറയും, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ പറയും, വിമർശനം, സ്വയം വിമർശനം, ഇല്ലേ? ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കൽ. എങ്ങനെ? ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കൽ. ബ്രാഞ്ച് സെക്രട്ടറിയെ നിർദ്ദേശിക്കല്ല. ഞാൻ ആദ്യത്തെ സമ്മേളനത്തിലിരിക്കുമ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു, മറ്റൊരാൾ അതിനെ പിന്താങ്ങി, ഒരു നിർദ്ദേശകൻ, ഒരു പിന്താങ്ങൻ. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് മത്സരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിച്ചു, എനിക്ക് എൻ്റെ പേര് പറയാം, പക്ഷെ ഒരാൾ പിന്താങ്ങണം. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ 4 ആളുകളുടെ പേര് 4 ആൾ നിർദ്ദേശിച്ചു, 4 ആൾ പിന്താങ്ങി. കടലാസൊക്കെ റെഡിയാക്കി മത്സരപ്പം നടക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട്, സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കറിയാം. ഈ മത്സരിക്കുന്നവരോട് മേൽ കമ്മിറ്റിയുടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും പിന്മാറുന്നുണ്ടോ സ്വയം? ഈ 4 ആളും പിന്മാറി. കുടുങ്ങിയില്ലേ? ബ്രാഞ്ച് സെക്രട്ടറി വേണ്ടേ? അപ്പം എന്ത് ചെയ്തു? അവിടെ വന്നിട്ടുള്ള ഏരിയ കമ്മിറ്റി പ്രതിനിധിയും ലോക്കൽ കമ്മിറ്റിയുടെ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികളും നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും കൂടി ആലോചിച്ചു. എന്നിട്ട് ഒരു ബ്രാഞ്ച് സെക്രട്ടറി പേര് പറഞ്ഞ കാര്യമില്ല, അത് കമ്മിറ്റി അംഗീകരിക്കണം. അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. അടുത്ത പരിപാടി എന്താണ്? ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ. ഭാവിയിലേക്കുള്ള പ്രവർത്തന രേഖകൾ അവതരിപ്പിക്കും, ദേശാഭിമാനി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞ് അടിമകളല്ലിനി നാം അടിമകളെ അന്തർദേശീയ ഗാനം പാടി തൊണ്ടപൊട്ടുമാറിച്ച് ഇൻകുലാബ് എന്ന് വിളിച്ച് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സമ്മേളനം അവസാനിക്കുന്നു. ഇതാണ് ബ്രാഞ്ച് സമ്മേളനം, ഇതാണ് ലോക്കൽ സമ്മേളനം, ഇതാണ് ഏരിയ സമ്മേളനം, ഇതാണ് ജില്ലാ സമ്മേളനം, ഇതാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ പോകുന്നത്, ഇതാണ് 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കാൻ പോകുന്നത്. ഒരു സമ്മേളനത്തിൻ്റെ വസന്തകാലത്തിലൂടെ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ബ്രാഞ്ച് സമ്മേളനമല്ലാതെ ബ്രാഞ്ച് യോഗങ്ങൾ നടക്കും. ആ ബ്രാഞ്ച് യോഗം പാർട്ടി മെമ്പർ പറയുന്നത് കൃത്യമായിട്ട് പുസ്തകങ്ങളിൽ എഴുതി വെക്കും, മിനിറ്റ്സ് ബുക്കിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്. സമ്മേളന കാലത്തുള്ള ഒരു വ്യത്യാസം എന്താണ്? അതേ മിനിറ്റ്സ് ബുക്കിൽ ഈ പറഞ്ഞ പേജിൻ്റെ അടിയിൽ ഒരു കാർബൺ വെക്കും, അതിൻ്റെ അടിയിൽ ഒരു വെള്ള പേപ്പർ വെക്കും. എന്തിനാണ്? ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ മുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പാർട്ടിയിൽ താഴെത്തട്ടിൽ എന്ത് ചലനം നടക്കുന്നുണ്ടോ അത് മുകളിലേക്ക് എത്തണം. അവിടെ സഖാക്കൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും എഴുതി വെക്കും. ഈ തുമ്മിയതും കുരച്ചതും ഒന്നും ഉണ്ടാവില്ല പറയുന്നതിനടുത്ത്, ബാക്കിയൊക്കെ അതിലുണ്ടാവും. ഇതൊക്കെ എഴുതി വെച്ച് മുകളിലേക്ക് പോകും.
അപ്പൊ ചിലരുടെ ചോദ്യമാണ്, ഇതൊക്കെ മുകളിലെത്തുമോ, ഇതൊക്കെ ചർച്ച ചെയ്യും എന്തേ നിങ്ങൾക്ക് സംശയം? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാനിപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വരികയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. അതിന്റെ വിശേഷം സമയം കിട്ടുകയാണെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പരാജയം ഉണ്ടായി. നമുക്ക് ഒരു സീറ്റാണ് കിട്ടിയത്, ഇല്ലേ? നമുക്കൊരു സീറ്റ് കിട്ടിയപ്പോൾ എതിരാളികൾ എന്താ പറഞ്ഞത്? ഇടതുപക്ഷം തകർന്നു എന്നല്ല, CPM തകർന്നു. ഇനി CPM ഉണർന്നെഴുന്നേൽക്കുന്ന പ്രശ്നമില്ല, അവസാനിച്ചു, CPM അവസാനിച്ചു. എന്താ കാരണം? ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇവർക്കറിയോ, അടിയന്തരാവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാ സഖാവേ? വട്ടപൂജ്യം, ഒറ്റ സീറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സീറ്റ്, 2 സീറ്റ്, 3 സീറ്റൊക്കെ കിട്ടിയ എത്ര തെരഞ്ഞെടുപ്പുകൾ ഈ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്? എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ 2004 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കേരളത്തിൽ LDFന് 18 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അതൊരു വല്ലാത്ത മുന്നേറ്റമായിരുന്നു. നമ്മുടെ TK ഹംസ എവിടെന്നാ ജയിച്ചത്? മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട മഞ്ചേരി പാർലമെന്റ് മണ്ഡലം. ആളുകൾ ചോദിച്ചില്ല ഹംസാക്കേത്, നിങ്ങൾ കരിമ്പാറയിലാണ് കിണർ കുത്തുന്നത്. ഹംസാക്ക പറഞ്ഞ മറുപടി എന്താണ്? കരിമ്പാറയിൽ കിണർ കുത്തിയാൽ വെള്ളം കണ്ടാൽ വെള്ളം പറ്റൂല. മഞ്ചേരിയിലെ മുസ്ലിം ലീഗിന്റെ കരിമ്പാറയിൽ കിണർ കുത്തി വെള്ളം കണ്ട് TK ഹംസ ജയിച്ചു, ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി. 18 MP-മാർ. ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ 64 MP-മാർ. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഇടതുപക്ഷം തീരുമാനിക്കണം. UDFന് ഒറ്റ MP, മുസ്ലിം ലീഗിന്റെ അഹമ്മദ്. ഒരു MP ഉള്ള മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥാനം, കേന്ദ്ര മന്ത്രിസ്ഥാനം അഹമ്മദിന്. 64 MP-മാർക്ക് വെച്ച് നീട്ടിയത് എന്താ ഓഫർ? ഉപപ്രധാനമന്ത്രി സ്ഥാനം, 18 മന്ത്രിസ്ഥാനം. എന്താ ഈ മുന്നണിയും ഈ പാർട്ടിയും പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിലേക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളുണ്ട്, ആ ഡിമാൻഡുകൾ അംഗീകരിക്കണം. അതിൽ ഒരു ഡിമാൻഡ് എന്താണ്? തൊഴിലുറപ്പ് പദ്ധതി അത് നടപ്പിലാക്കണം, നടപ്പിലാക്കി. വിവരാവകാശ നിയമം നടപ്പിലാക്കണം, നടപ്പിലാക്കി. വനാവകാശ നിയമം നടപ്പിലാക്കണം, നടപ്പിലാക്കി. ഇല്ലേ? ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു സീറ്റാണ് കിട്ടിയത്. ചർച്ച ചെയ്തു, പോളിറ്റ് ബ്യൂറോ അടക്കം എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സീറ്റിൽ ഒതുങ്ങി. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചർച്ച വിട്ടു, സംസ്ഥാന കമ്മിറ്റി അത് ചർച്ച ചെയ്തു. ജില്ലാ കമ്മിറ്റിയിലേക്ക് വിട്ടു, അവിടെ ചർച്ച ചെയ്തു. ഏരിയ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക്. എല്ലാ ബ്രാഞ്ചും വിളിച്ചില്ലേ? എല്ലാ ബ്രാഞ്ചും ഈ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ? അവിടെ നമ്മൾ അവസാനിപ്പിച്ചോ? ഇല്ല. അനുഭാവി സഖാക്കളെ വിളിച്ചു, അത് കഴിഞ്ഞ് കുടുംബയോഗം വിളിച്ചു. അവിടെയൊക്കെ പാർട്ടിയുടെ പരാജയ കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം പറയണം, രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇതെല്ലാം രേഖപ്പെടുത്തി. ഈ രേഖപ്പെടുത്തിയത് മുകളിലേക്ക് പോയില്ലേ? പരാജയത്തിന്റെ പല കാരണങ്ങളിൽ പറഞ്ഞ ചില കാരണങ്ങളിൽ ഒന്നെന്താണ്? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇത്തിരി വൈകി, 4-5 മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നു, ഇല്ലേ? പല കാരണങ്ങളിൽ ഒരു കാരണമാണ്. പിന്നെ എന്താണ്? മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, അതൊരു കാരണമാണ്. പിന്നെ പറഞ്ഞ എന്താണ്? ബിൽഡിംഗ് ടാക്സ് വലിയ ക്ഷീണം വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ എന്താണ്? ചില നേതാക്കളുടെ ദുരുദ്ദേശപരമല്ല, സതുദ്ദേശപരമായ ചില പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിന്റെ ദിവസമോ തലേന്നൊക്കെ വരുമ്പോൾ അത് പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഇല്ലേ? അതിനൊക്കെ പരിഹാരം ഉണ്ടായില്ലേ? പാർട്ടിയിൽ ഒരു ഷഫ്ലിംഗ് നടന്നില്ലേ? മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ എത്താൻ തുടങ്ങിയില്ലേ? ഈ ടാക്സ്, കെട്ടിട നികുതി പിൻവലിച്ചില്ലേ? നിങ്ങൾ നോക്ക്, ക്ഷേമ നികുതി പെൻഷൻ താമസം ഉണ്ടായിരുന്നു, ഇപ്പൊ കുടിശ്ശിക കൊടുത്തു തീർത്ത് ഇപ്പൊ അതാത് മാസം കൃത്യമായി കൊടുക്കില്ലേ? 10 കോടിയുടെ മുകളിലുള്ള അത്യാവശ്യമല്ലാത്ത വികസനങ്ങൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കിഫ്ബിയുടെ വികസന പരിപാടികളൊക്കെ നടത്തി മറ്റതൊക്കെ ആക്കി ഇതിലേക്ക് പണം കൊണ്ടുവന്ന് ഇത് നടത്തുന്നില്ലേ? അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഞാൻ വളരെ വിനീതമായി എന്നെ കേൾക്കുന്ന സഖാക്കളോട് ചോദിക്കട്ടെ, ഇപ്പോ പെൻഷന്റെ കുറവ്, മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ കുറവ് എല്ലാം ചർച്ച ചെയ്തല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് എത്ര സീറ്റാ? നിങ്ങൾ ദൂരമായതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കിട്ടൂല, ഞാൻ തന്നെ ഉത്തരം പറയാം. ഒരു സീറ്റ്. അന്ന് UDFന് എത്ര സീറ്റാ? 19 സീറ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ പെൻഷൻ, ക്ഷേമ പെൻഷൻ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ പറ. ഒറ്റ ദിവസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര സീറ്റ്? ഒരു സീറ്റ്, ഇല്ലേ? അന്ന് എത്രയായിരുന്നു ക്ഷേമ പെൻഷൻ? ഈ കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നതാരാന്നറിയോ? സഖാവ് നയനാർ. കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് ക്ഷേമ പെൻഷൻ. എന്തേ നയനാർ പെൻഷൻ കൊണ്ടുവരാനുള്ള കാരണം? ഈ കാസർഗോഡിന്റെ കയ്യൂരിന്റെ കരിവള്ളൂരിന്റെ ധീരനായ വിപ്ലവ നായകന്റെ പേരാണ് സഖാവ് നയനാർ. ആ കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പല പ്രതികളും കഠിനമായ പോലീസ് മർദ്ദനത്തിന് വിധേയമായിട്ടുണ്ട്, ചിലരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. നായനാരെ പിടികൂടിയാലും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പാർട്ടി പറഞ്ഞു ഒളിവിൽ പോകണം.
സഖാവ് നായനാർ ഒളിവിപ്പോയി. എവിടെയാ താമസിച്ചത്? കർഷക തൊഴിലാളിയുടെ വീട്ടില്. കർഷക തൊഴിലാളി എന്ത് ചെയ്തു? വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കി അതിൽ നിന്ന് വെറ്റുറ്റിയെടുത്ത് അത് ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് സഖാവ് നായനാരെ സംരക്ഷിച്ചു കർഷക തൊഴിലാളികൾ. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ നേരെ പോയിട്ടുള്ളത് ഈ കർഷക തൊഴിലാളിയുടെ അടുത്തേക്കാണ്. ആ വാർദ്ധക്യങ്ങളുടെ ചക്കിയുടെ കാളിയുടെ ഒക്കെ തോളിൽ കൈയിട്ടുകൊണ്ട് സഖാവ് ചോദിച്ചു, സുഖമല്ലേ? ആത്മാഭിമാനം തെല്ലും കൂടാതെ ആ സഖാക്കൾ പറഞ്ഞു, സുഖാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ സഖാവ് ഒരു ചെറിയ പ്രയാസമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞു, പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല. നായനാർ പറഞ്ഞു, പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെയാണ് ആദ്യമായി 60 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിലെ കർഷക തൊഴിലാളിക്ക് 45 രൂപ അല്ലേ, ആദ്യത്തെ പെൻഷൻ 45 രൂപ. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനായി കർഷക തൊഴിലാളിക്ക് കള്ളുടിക്കാൻ 45 രൂപ കൊടുക്കുന്നത്? ഞാനന്ന് കോൺഗ്രസ്സാ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ കേരളത്തിൽ ആദ്യത്തെ പെൻഷൻ സഖാവ് നായനാർ കൊണ്ടുവന്നു. ഇടതുപക്ഷം ഭരിച്ച കാലങ്ങളിലൊക്കെ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു, കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞ സകല വാർദ്ധക്യങ്ങളും പെൻഷൻ പ്രഖ്യാപിച്ചു. അംഗവൈകല്യമുള്ളവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു, വിധവകൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു. അങ്ങനെ വന്ന് എവിടെ എത്തി? അമ്പലത്തിലെ കായികക്കാരന് പെൻഷൻ, മദ്രസാധ്യാപകന് ക്ഷേമ പെൻഷൻ. ഇന്ന് കേരളത്തിൽ 58 ലക്ഷം പേർക്ക് ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുകയാണ്. ഇതിലെവിടെയെങ്കിലും ഇന്ന് 1600 രൂപയാണ് പെൻഷൻ. ഇതിലെവിടെയെങ്കിലും UDFന്റെ സംഭാവനയുണ്ടോ? ഉണ്ട്, ഉള്ളതുണ്ട് എന്ന് പറയുന്നില്ല. എവിടെയാ ഉള്ളത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 100 രൂപ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിക്കാലോ, കൊടുക്കുന്നില്ലല്ലോ. 1000 ചാക്ക് പഞ്ചാരാന്ന് കൈമലേതി നക്കിയാൽ മധുരണ്ടാവോ? ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി 100 രൂപ വർദ്ധിപ്പിച്ചു, പക്ഷേ 18 മാസത്തെ കുടിശ്ശിക. ആ കുടിശ്ശിക നിൽക്കുന്ന സമയത്താണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. നമ്മൾ വീടുകളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു. ഈ വാർദ്ധക്യങ്ങൾ നമ്മളോട് പറഞ്ഞെന്താ? നിങ്ങളുടെ വോട്ട് അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ നോട്ടെവിടെ? വോട്ടിനുള്ള നോട്ടാണോ? അല്ല. ഇപ്പൊ ഈ അടുത്ത് പാലക്കാട് അൻവറിന്റെ ഒരു ജാഥ നിങ്ങൾ കണ്ടില്ലേ, DMKയുടെ ഒരു ജാഥ. അതില് കുറേ സ്ത്രീകൾ ഒരുമിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മളെ കോൽക്കാർ, വില്ലേജിലെ കോൽക്കാരനല്ല, നമ്മുടെ മീഡിയയുടെ കോല് പിടിക്കുന്നവൻ നേരെ പോയി സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ അവര് പാലക്കാട് ഒരു സ്ഥലം പറഞ്ഞു, അവിടുന്നാ വരുന്നത്. നിങ്ങൾ എന്താ പോകുന്നത്? ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്നതാണ്. പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചാണ്. സിനിമന്റെ ഷൂട്ടിംഗ് ഉണ്ട്, ഒരാൾക്ക് 600 രൂപ വെച്ച് വരും, ജാഥക്ക് ആളെ കൂട്ടാനേ. ആ പണമാണ് ഇവർ ചോദിച്ചത്, വോട്ടിനുള്ള നോട്ടല്ല, അവർക്ക് അവകാശപ്പെട്ട പണം. 18 മാസത്തെ കുടിശ്ശിക എവിടെ? നമ്മളെന്താ മറുപടി പറഞ്ഞത്? വീടുകളിൽ പോയ സഖാക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കുടിശ്ശിക ഞങ്ങൾ തീർത്തു തരും. മാത്രമല്ല 600 പെൻഷൻ 1000 വർദ്ധിപ്പിക്കും. ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾ പോണ്ട, ഒരു ബാങ്കിലേക്ക് നിങ്ങളുടെ പോണ്ട, നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കും. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു. 2016 മെയ് മാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എപ്പോഴാണ് നിൽക്കുന്നത്? മെയ് മാസത്തിൽ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസം. 3 × 30 90. അതിലൊരു മാസം 31 91. സെപ്റ്റംബർ 10 ഓണം, 9 പെൻഷൻ കൊടുക്കുന്നത്. 91 9 100. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 100-ാം ദിവസം കൊടുത്തില്ലേ? കിട്ടിയില്ലേ സകല മനുഷ്യർക്കും? ഇവിടെ ഇരിക്കുന്ന വാർദ്ധക്യങ്ങളോട് ചോദിക്കട്ടെ, കിട്ടിയില്ലേ നിങ്ങൾക്ക് പണം? എത്രയാ കിട്ടിയത്? അന്ന് നരേന്ദ്രമോദി 1000ന്റെ നോട്ട് നിരോധിച്ചിട്ടില്ല. 1000ന്റെ നോട്ടുകൾ ഇങ്ങനെ വിശറി പോലെ വിടർത്തി പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന വാർദ്ധക്യങ്ങളുടെ മുഖങ്ങൾ സകല പത്രത്താളുകളും അച്ചടിച്ചു വന്നു. എത്രയാ കിട്ടിയത്? 10,000, 12,000, 13,000, 14,000, 15,000. എങ്ങനെ അങ്ങനെ ഉണ്ടായത്? ഉണ്ടാവില്ലല്ലോ. നമ്മളെ അധികാരത്തിൽ വന്ന് 3-ാമത്തെ മാസം പെൻഷൻ കൊടുക്കുന്നത്. നമ്മുടെ ഓഫർ എത്രയാ? 1000. 3 × 1000 എന്ന് പറഞ്ഞാൽ 3000 ആണ്. സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ അഡ്വാൻസ് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ 4000. ബാക്കി പണം ഏതാണ്? UDF കൊടുക്കാനുള്ള കുടിശ്ശിക. ആ കുടിശ്ശിക അടക്കം സകല മനുഷ്യർക്കും കൊടുത്തു തീർത്തു. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ഈ സദസ്സിൽ വാർദ്ധക്യങ്ങളില്ലേ? പെൻഷൻ വാങ്ങുന്നവരില്ലേ? നിങ്ങൾ ആരെങ്കിലും സർക്കാരിനോട് പറഞ്ഞോ ഈ പെൻഷൻ 1000 പോരാ, ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന്? ആരെങ്കിലും പറഞ്ഞോ? രാഷ്ട്രീയ എതിരാളികൾ, പ്രതിപക്ഷം, BJP, UDF ആരെങ്കിലും ഗവൺമെന്റിനോട് പറഞ്ഞോ നിങ്ങൾ കൊടുക്കുന്ന 1000 പോരാ, അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന്? ഒരാളും സമരം ചെയ്ത് ആവശ്യപ്പെടാതെ, ഒരാളും പരാതിപ്പെടാതെ, പരിഭവപ്പെടാതെ നമ്മൾ 1000 ഉള്ളത് 1100 ആക്കി, 200 ആക്കി, 300 ആക്കി, 400 ആക്കി, 500 ആക്കി, 1600 ആക്കി. എന്നാൽ 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രയാ പെൻഷൻ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മറവിയാണ് നമ്മുടെ പ്രശ്നം. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1400 എത്തിയിട്ടില്ല നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നോ? നിങ്ങൾ പറ, നെഞ്ചത്ത് കൈവച്ച് പറ. ഒരു ദിവസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നോ? മുടങ്ങിയില്ല.
തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് എത്ര സീറ്റാ? ഒരു സീറ്റ്. UDF എത്ര സീറ്റാ? 19 സീറ്റ്. മാവേലി സ്റ്റോറിൽ ഒരു കടുകെങ്കിലും കുറവുണ്ടായിരുന്നോ? നിങ്ങൾ പറ, നിങ്ങൾ വാങ്ങിക്കുന്നവരല്ലേ മാവേലി സ്റ്റോറിൽ? ഒരു കടുകെങ്കിലും 2019 മാവേലി സ്റ്റോറിൽ കുറവുണ്ടായിരുന്നോ? നിറഞ്ഞ് കവിഞ്ഞു നിന്നു മാവേലി സ്റ്റോറിൽ നിറയെ സാധനങ്ങൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് എത്ര സീറ്റാ? ഒരു സീറ്റ്. UDF എത്ര സീറ്റാ? 19 സീറ്റ്. ഇല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. പക്ഷെ അതിനിടയിൽ നടന്നൊരു സംഭവമുണ്ട്. 2018 മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി മഹാപ്രളയം വന്ന കാലം ഇല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, ജാഥക്ക് വന്ന് കുറെ നേരമായിരിക്കുന്നെങ്കിൽ കൂടി ഒരുപാട് സ്ത്രീകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ 2018 സമയത്ത് ഇതുപോലത്തെ സമ്മേളനം ഒന്നുമില്ലെങ്കിൽ വലിയ കമ്മിറ്റിയോ മറ്റാണെങ്കിൽ സ്ത്രീകളെ വിളിച്ചാൽ കിട്ടുമോ? കിട്ടൂല. 7 മണിയായാൽ സ്ത്രീകളെ പരിപാടിക്കൊന്നും കിട്ടൂല. എന്താണെന്നറിയാൻ വീട്ടിൽ പോയിട്ട് വാതിലിന്റെ വെല്ലടിച്ചാലോ? വീട്ടമ്മ വാതിൽ തുറന്നിട്ട് ഒറ്റ ഓട്ട അകത്തേക്ക്. പുറത്ത് വന്നവനെ ഭയപ്പെട്ടിട്ടാണോ? അല്ല, ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അകത്ത് നടക്കുന്നുണ്ട്. എന്താണത്? രാജഗോപാലൻ റെയിൽപാളത്തിലേക്ക് കയറി മലബാർ എക്സ്പ്രസ് കുതിച്ചു വരുന്നു. അന്നത്തെ സീരിയൽ കഴിഞ്ഞ് ഉറക്കം കിട്ടുമോ? കിട്ടൂല. എന്താ കാരണം? രാജഗോപാലൻ റെയിൽപാളത്തിലാണ്, മലബാർ എക്സ്പ്രസ് കുതിച്ചു വരികയാണ്. പിറ്റേന്ന് 7 മണിക്ക് നോക്കുമ്പോൾ രാജഗോപാലൻ അങ്ങോട്ടും മലബാർ എക്സ്പ്രസ് ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. ഒരു കുഴപ്പമില്ല. എന്നാൽ 2018 മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുള് പൊട്ടി പേമാരി പെയ്ത് സകല നദികളും ആറുകളും കരകവിഞ്ഞൊഴുകി മഹാപ്രളയം ഉണ്ടായി. ആ പ്രളയകാലത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, 7 മണിക്ക് നിങ്ങൾ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ നിന്നോ സീരിയൽ കാണാൻ, സിനിമ കാണാൻ? ഇല്ല, ഭയത്തിലായിരുന്നു നമ്മൾ. എന്നാൽ ഈ കേരളത്തിലെ സകല വീട്ടമ്മമാരും, കേരളത്തിലെ വീട്ടമ്മമാർ മാത്രമല്ല, കേരളത്തിലുള്ള സകല മലയാളികളും, കേരളത്തിലുള്ള മലയാളികൾ മാത്രമല്ല, ലോകത്തുള്ള സകല മലയാളികളും വൈകുന്നേരം 6 മണിയായാൽ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ വന്ന് കാത്തിരിക്കുക. ആരെ കാണാനാ? മമ്മൂട്ടിയെ കാണാനാ? മോഹൻലാലിനെ കേൾക്കാനാ? അല്ല, ഒറ്റ മനുഷ്യനെ കാണാൻ, ഒറ്റ മനുഷ്യനെ കേൾക്കാൻ. ആരാണ് അയാൾ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയനെ കാണാനും കേൾക്കാനും ഈ നാട് ഒരുമിച്ച് നിന്നു. ലോക മലയാളികൾ ഒരുമിച്ച് ശ്വാസമടക്കി പിടിച്ചു നിന്നു. എന്താ സഖാബ് പിണറായി പറഞ്ഞത്? ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, നമ്മൾ അങ്ങോട്ട് ഇറങ്ങല്ലേ എന്നാ പറഞ്ഞത്. പുനഃസൃഷ്ടിക്കണം കേരളത്തെ, റീബിൽഡ് കേരള. പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. പുനഃസൃഷ്ടിച്ചില്ല പ്രിയപ്പെട്ടവര്, പുനഃസൃഷ്ടിച്ചില്ലേ? തകർന്ന് തരിപ്പണമായ റോഡുകൾ, പാലങ്ങൾ എല്ലാം പുനഃസൃഷ്ടിച്ചില്ലേ? വളരെ മനോഹരമാക്കിയില്ലേ? ഇവിടെ പുഴയുണ്ടോ സഖാവേ? ഇവിടെ പുഴയുണ്ടോ? ഉണ്ട്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എൻ്റെ ഗ്രാമത്തിന് അരഞ്ഞാനമിട്ടൊഴുകുന്നൊരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ. കേട്ടിട്ടുണ്ടോ? ആ പേര് ഉണ്ടോ? ഉത്തരം കിട്ടാൻ കുറച്ച് ദൂരമായതുകൊണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെയാ? മൊയ്തീൻ എന്ന സിനിമയിൽ എന്ന് സ്വന്തം മൊയ്തീൻ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. പ്രണയത്തിന്റെ ലോകത്തിലേക്ക് ഇരുവഴിഞ്ഞിപ്പുഴ എന്നൊരു പുതിയ വാക്ക് സംഭാവന ചെയ്തു ഇല്ലേ? 1982 ജൂലൈ മാസം 15-ാം തീയതി എൻ്റെ വീടിന്റെ വെളിപ്പാടകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തുംകടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ആ ഇരുവഴിഞ്ഞിപ്പുഴ ചരിത്രത്തിൽ ആദ്യമായി 2018 മലയിടിഞ്ഞു കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി 80 വർഷം പഴക്കമുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്ന് വെളിപ്പാടകലെയുള്ള എൻ്റെ വീടിന്റെ മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ചു 2018 പ്രളയകാലത്ത്. അന്ന് ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. മഹാഭാഗ്യം, ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി. പക്ഷെ 2019 വീണ്ടും ശക്തമായി മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുൾ പൊട്ടിയപ്പോ ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പിയാർത്തു വന്നു. എൻ്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസർ കൊളായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചിട്ടുണ്ടാകാൻ ഇല്ലേ? എന്നാൽ 2020-ലും 2021-ലും 2022-ലും 2023-ലും ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാറും പമ്പയാറും പെരിയാറും ഒന്നും കരകവിഞ്ഞില്ല. പല വീടുകളുടെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് ആറുകളും നദികളും പുഴകളും തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാർ സങ്കടത്തോടെ നദിയോട് പുഴയോട് ആറിനോട് പറഞ്ഞെന്താ അറിയോ? ഒന്ന് കേറിപ്പോണേന്ന്. നമ്മൾ അതിഥികളെ ക്ഷണിക്കാറില്ലേ? ഒന്ന് കേറിപ്പോണേൻ വീട്ടിലേക്ക്. എന്തിനാണെന്നറിയോ? പുഴയോരത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും ഇല്ലേ? 2018 പ്രളയകാലത്ത്
വീട്ടിനകത്തേക്കൊന്ന് വെള്ളം കയറിയാൽ മതി 10,000 കിട്ടിയവരുണ്ടാവും പുഴ ഇവിടെ ഉണ്ടെങ്കിൽ. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ കൊടിയത്തൂർ. എന്നെ കേൾക്കുന്നവർക്ക് ഇപ്പം വിളിക്കാം നാട്ടിലേക്ക്, പഴയതുപോലെയല്ല, മിനിറ്റുകൾക്കകം വേറെ അറിയാം. 182 വീടുകളിൽ വെള്ളം കയറി. ഗുണിച്ചു നോക്ക്, 182 ഗുണിക്കണം 10,000. എന്റെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഇരുവഴിഞ്ഞിപ്പുഴയോരത്ത് മാത്രമല്ല, ഈ കേരളത്തിലെ സകല വീടുകളിലും ലക്ഷക്കണക്കിന് വീടുകൾക്ക് ഗുണിക്കണം 10,000. ഗുണിച്ചു നോക്ക്. കഴിഞ്ഞ വീട് നഷ്ടപ്പെട്ടോ 4 ലക്ഷം, പറമ്പടക്കം പോയോ 6 ലക്ഷം, പാതി പോയോ 2 ലക്ഷം. എത്ര ആളുകൾക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈ കേരളത്തിൽ കൊടുത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പുഴയോരത്തല്ലാതെ താമസിക്കുന്ന നിങ്ങൾക്കൊക്കെയും കിട്ടിയ ഒരു സാധനം മറന്നോ? മറവിയാണ് പ്രശ്നം. കേരളത്തിലെ സകല റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് കിട്ടിയില്ലേ? സകല റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് കൊടുത്തു. ആ കിറ്റിൽ എത്ര ഐറ്റം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടെങ്കിൽ? കിറ്റ് എന്നെ മറന്നവരോടാ ഞാൻ ഐറ്റം ചോദിക്കുന്നു. എനിക്കറിയാം, 16 ഐറ്റം. 16ാമത്തെ ഐറ്റം എന്താ അറിയോ? തീപ്പെട്ടി. 15ാമത്തെ ഐറ്റം എന്താ അറിയോ? മെഴുകുതിരി. എന്തിനാ മെഴുകുതിരിയും തീപ്പെട്ടിയും? മധ്യ കേരളത്തിൽ 4800 ചില്ലാനം ട്രാൻസ്ഫോമറുകൾ തകർന്നു പോയി. ഇവിടെ തന്നെ നമുക്കറിയാം, പല വീടുകളിലും വെള്ളം കയറി ഇറങ്ങിയ വീടിൽ സ്വിച്ച് ഇട്ടാൽ ഡിം അടിച്ചു ഷോർട്ടായി കിടക്കുക. ഒരു ഗവൺമെന്റിന്റെ കരുതൽ നോക്കുങ്ങൾ. തീപ്പെട്ടി ഉയർത്തുന്നു, മെഴുകുതിരി കത്തിക്കുന്നു. വെള്ളക്കിറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്റെ കൊടിയത്തൂർ അങ്ങാടിയിലെ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച പൊതുയോഗം ജില്ലാ നേതാവ് വന്നിട്ട് പ്രസംഗിച്ചാൽ എനിക്ക് കിട്ടിയ കിറ്റിൽ തീപ്പെട്ടിയില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അരിയുണ്ട്, കൊത്തമ്പാരിയുണ്ട്, മല്ലിയുണ്ട്, മേത്തേക്കണ സോപ്പുണ്ട്, അലക്കണ സോപ്പുണ്ട്, തീപ്പെട്ടിയില്ല. അതാ പ്രശ്നം. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊടുത്തു നോക്കാത്തവൻ പറയാണ് തീപ്പെട്ടിയില്ല. ഇല്ലേ? സകല വീടുകൾക്കും കിറ്റ് കൊടുത്തു, സകല മനുഷ്യർക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. നമ്മുടെ തകർന്നു പോയ റോഡുകൾ നിങ്ങൾ നോക്ക്. ഇന്ന് കേരളത്തിലൂടെ നാഷണൽ ഹൈവേ വരാൻ പോവാണ്. വലിയ വീതിയിൽ തകർന്നുപോയ പാലങ്ങൾ പുനഃസൃഷ്ടിച്ചു. സ്കൂളുകൾ നിങ്ങൾ നോക്ക്. ഇടിഞ്ഞു വീയറായിരുന്ന സ്കൂളുകൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഒരു ഡോക്ടർ, ഒരു നഴ്സ്, ഉച്ചക്ക് അടച്ചുപൂട്ടി വരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. 3 ഡോക്ടർമാർ, 3 നഴ്സുമാർ. ഇല്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാം ഈ നാട്ടിൽ നടത്തി ആ പ്രളയകാലത്ത്. എന്നിട്ടോ ഇതൊക്കെ നടത്തി. എന്നിട്ടോ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് എത്ര സീറ്റാ? 1 സീറ്റ്. എവിടെയാ നമ്മൾ ജയിച്ചത്? ആലപ്പുഴയിൽ. ആരാ ജയിച്ചത്? ആരിഫ്. എത്ര വോട്ടിനാ ജയിച്ചത്? 1000 വോട്ടിന്. UDFനോ 19 സീറ്റ്. ഇപ്പൊ ഇതാ 2024 തെരഞ്ഞെടുപ്പ് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്ര സീറ്റാ കിട്ടിയത്? നമുക്ക് 1 സീറ്റ്. അതേ 1 സീറ്റ് 2019 കിട്ടിയ 1 സീറ്റ്. UDFന് എത്ര സീറ്റാ? 19 ഇല്ല, 18. കണക്കിലൊരു തെറ്റുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഈണത്തിൽ അങ്ങ് പറയാണ് നമുക്കൊരു സീറ്റ്. UDFനോ 19. അപ്പൊ 19. 18 ഉള്ളത്. അപ്പൊ 1 എവിടെ പോയി? അത് ഞാൻ ഇങ്ങ് എടുക്കുക. തൃശ്ശൂര് പുള്ളിക്കാരൻ അങ്ങ് എടുത്തു. തൃശ്ശൂര് BJP ജയിച്ചു. സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? എന്താ സുരേഷ് ഗോപി ജയിച്ചപ്പോ ഈ നാട്ടിലെ UDFകാരൻ പറഞ്ഞത്, കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ മാസം നിയമസഭയിൽ പറഞ്ഞത് നിയമസഭാ രേഖയിലുണ്ട്. ഒരു നിഷ്കളങ്ക മനുഷ്യനാ. ചില മലയാള അക്ഷരങ്ങൾ നാവിന് വായങ്ങില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ പുള്ളി സംസാരിക്കുമ്പോൾ. പുള്ളി നിയമസഭയിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്? അവിടെ പൂരം കലക്കിയിട്ടോ ഞങ്ങൾ കോൺഗ്രസ്സുകാരൊക്കെ BJPക്ക് വോട്ട് ചെയ്തു. അത് മനസ്സിലായില്ല. അതെങ്ങനെയാന്ന് മനസ്സിലായില്ല. കമ്മ്യൂണിസ്റ്റുകാർ പൂരം കലക്കിയാൽ നിങ്ങൾക്ക് BJPക്കാ വോട്ട് ചെയ്യേണ്ടത്? എനിക്കത് മനസ്സിലായില്ല. ഇനി അടുത്ത ചോദ്യം അവിടെ നിൽക്കട്ടെ. പൂരം കലങ്ങി, നമ്മളും പറയും പൂരം കലങ്ങി. എവിടെയാ പൂരം കലങ്ങി? എവിടെ? എലഞ്ഞിത്തറ മേളം നടന്നില്ലേ? നടന്നു. വൈകുന്നേരം കുടമാറ്റം നടന്നോ? തേക്കിൻകാട് മൈതാനിൽ നടന്നു. രാത്രി വെടിക്കെട്ട് നടന്നു. പിന്നെ എവിടെയാ പൂരം കലങ്ങി? പൂരം കലക്കാനുള്ള ഒരു ശ്രമം നടന്നു. വെടിക്കെട്ട് നീട്ടിവെക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങൾ പരിഹരിച്ചു ഇല്ലേ? അത് കമ്മ്യൂണിസ്റ്റുകാരാണോ നടത്തിയത്? അല്ലല്ലോ. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കണ്ടല്ലോ. അത് ഞങ്ങളാണ് നടത്തിയതെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് കുറയണ്ടേ? ഞങ്ങളുടെ സുനിൽ കുമാർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 16,000 വോട്ട് കൂടി. കോൺഗ്രസിനോ 82,000 വോട്ട് കുറഞ്ഞു. BJPക്ക് എത്ര വോട്ട് ഇതിന് ജയിച്ചു? 75,000. തരം കൃത്യല്ലേ? ഉത്തരം തെറ്റാതെ തിരുവഞ്ചൂർ പറഞ്ഞല്ലോ. പൂരം കലങ്ങിയപ്പോ കോൺഗ്രസ്സുകാരൊക്കെ BJPക്ക് വോട്ട് ചെയ്തു. ഒറ്റ ചോദ്യം, നേമത്ത് പൂരം ഉണ്ടായിനോ? തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് പൂരം ഉണ്ടായിനോ? ആരെങ്കിലും പൂരം കലക്കിനോ? ഇല്ലല്ലോ. അവിടെ O രാജഗോപാൽ എങ്ങനെയാ ജയിച്ചത്? തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര വോട്ടാണോ കിട്ടിയത് അതിൽ എത്ര കുറഞ്ഞോ അത്ര വോട്ടിന് ജയിച്ചു. ത്രിപുരയിൽ പൂരം ഉണ്ടായിരുന്നു. ത്രിപുരയിൽ
CPM 50 സീറ്റ്, 60-ൽ 50 സീറ്റുമായി CPM ഭരിക്കാണ്. കോൺഗ്രസിന് 10 സീറ്റ്. ആദ്യത്തെ കൊല്ലം 2 കോൺഗ്രസ്സുകാർ BJP പോയി. 5-ാമത്തെ കൊല്ലം ബാക്കിയുള്ള 8 BJP പോയി, 10 BJP-യില്. തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 38% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് അത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ 3%, 35% വോട്ട് കുത്തിയൊലിച്ചു പോയി. എങ്ങോട്ട്? BJP-യിലേക്ക്. അവിടെ BJP ജയിച്ചു. മനസ്സിലായോ? എന്നിട്ട് പൂരം കലക്കി. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു. ഇത്തവണയും നമ്മൾ 1 സീറ്റിൽ. പക്ഷെ എന്താ വ്യത്യാസം? ഈ സഖാവ് ഇന്നലെ അവിടുത്തെ രമേശൻ സഖാവെ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും അങ്ങോട്ട് പറയാം? അല്ല, ആ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ പേര് പോയി, ചേലക്കര. ഇത്തവണ നമ്മൾ ജയിച്ചു. രാധാകൃഷ്ണൻ സഖാവ് എത്ര വോട്ടിനാ? 20,000 വോട്ടിന്. 1 സീറ്റ് നമ്മൾ തോറ്റു. VD ജോയി എത്ര സീറ്റിനാ? 600 വോട്ടിന്. ഇല്ലേ? നമ്മൾ തോറ്റു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ അവസാനിച്ചു എന്ന് പറയാണ്. നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരായി പ്രചരണം നടത്തുന്നത്? UDF മാത്ര? അല്ലെങ്കിൽ BJP മാത്ര? അല്ല, നമ്മളെ ശക്തമായി എതിർക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഈ നാട്ടിൽ. പല കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടര് ആരാണ്? കൂട്ടർ നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ വീടുകളിലൊക്കെ പോയി സ്ക്വാഡ് പ്രവർത്തനത്തിന്. ഇല്ലേ? ആ സ്ക്വാഡ് പ്രവർത്തനത്തിന് നമ്മൾ പോയപ്പോ ഓരോ വീടുകളിലും നമ്മൾ കയറിയിറങ്ങി. ആ സ്ക്വാഡ് പ്രവർത്തനത്തിന്റെ കണക്കെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് വീടുകളിൽ കയറുക, ഇല്ലേ? പക്ഷെ ഞാൻ ഈ പറയുന്ന അവർക്ക് വേണ്ടി കയറുന്ന സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ? അവര് കൊല്ലത്തിലെ എല്ലാ ദിവസവും വീട്ടിൽ കയറും. ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ പോയി സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമ്മളോട് പാർട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഒരു വീട്ടില് 10 മിനിറ്റ് 15 മിനിറ്റിൽ അപ്പുറത്തേക്ക് സംസാരിക്കരുത്. എന്താ കാരണം? നമ്മൾ ചിലപ്പോൾ സൗകര്യത്തിന് വേണ്ടി വീടിന്റെ പിൻവശത്തൂടെ അടുക്കളുടെ ഭാഗത്തൂടെ ഒക്കെ ആയിരിക്കും പോവുക. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 4 ദിവസം മുമ്പ് ഒരു വീട്ടിൽ പോയി ഒരു 10 മത്താത്തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 മണിക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ നല്ല മീൻ പൊരിച്ചതിൻ്റെ ഗന്ധം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ 10 മത്താത്തനോട് വോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് 10-ാമത്തെ മിനിറ്റിൽ നിർത്തി. എന്താ കാരണം അറിയോ? 15-ാമത്തെ മിനിറ്റിലേക്ക് കടന്നാൽ ചട്ടിയിലുള്ള മത്തി കരിയും, നമ്മുടെ വോട്ടും പോവും. അതാണ് പ്രശ്നം. അതുകൊണ്ട് 15 മിനിറ്റിലധികമൊന്നും ഈ സ്ക്വാഡ് പ്രവർത്തനം നടത്തരുത് എന്നാ പറയാ. പക്ഷെ ഞാൻ ഈ പറയുന്ന അവർക്ക് വേണ്ടി വീട് കയറുന്ന ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ? അവർ രാവിലെ വീട്ടിൽ കയറിയാൽ ഇറങ്ങുന്ന പ്രശ്നേ ഇല്ല. അവർക്ക് അവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത ഓണത്തിനൊരു അവധി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വിഷുവിനുണ്ടായിരുന്നു, ചെറിയ പെരുന്നാക്കും വലിയ പെരുന്നാക്കും ഉണ്ടായിരുന്നു, ക്രിസ്മസിനുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൂജാ ഹോളിഡേയ്സിനുണ്ടായിരുന്നു, ആഗസ്റ്റ് 15-നുണ്ടായിരുന്നു, ജനുവരി 26-നുണ്ടായിരുന്നു. ഏകദേശ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് ആ സ്ക്വാഡ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ സ്ക്വാഡിന്റെ പേരാണ് മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, വീക്ഷണം, ചന്ദ്രിക, മംഗളം. ഇല്ലേ? സകല മാധ്യമങ്ങളും നമുക്കെതിരാണ്. അവര് നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് കൊല്ലത്തിൽ 4-5 ദിവസത്തെ അവധിയെങ്കിലും ഉണ്ട്. ഈ അവധി പോലും ഇല്ലാത്ത മറ്റൊരു കൂട്ടരുണ്ട്. ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ? നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഏത് പാതിരാത്രിയിലും അവർ ചറപറാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഈ പറയുന്ന ലക്ഷണം വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ സ്ക്വാഡ് ഏതാണ്. റിപ്പോർട്ടർ ചാനല്, 24, ന്യൂസ് 18, മാതൃഭൂമി, മനോരമ, മീഡിയ 1, അതുപോലെ തന്നെ ജനം TV, എണ്ണിയാൽ ഒതുങ്ങാത്ത ചാനലുകൾ, വിരലിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത മാധ്യമങ്ങൾ നിരന്തരമായി നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? നിരന്തരമായി നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരെ കള്ളന്മാരെന്ന് വിളിക്കുകയാണ്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യ അങ്ങ് തായ്ലൻഡിൽ കമല ഇന്റർനാഷണലിന് വലിയ ബിസിനസ് ഉണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, പല സ്ഥലത്തും കമല ഇന്റർനാഷണൽ എന്ന പേരിൽ പിണറായിയുടെ ഭാര്യയുടെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുണ്ട്. ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തിയില്ലേ ഈ മാധ്യമങ്ങൾ? എല്ലാം തെറ്റാണെന്ന് സത്യം ഈ രാജ്യത്ത് തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൊല്ലത്തുള്ള ഒരു വലിയ കോടീശന്റെ, ഒരു പ്രവാസിയുടെ കൊട്ടാരം പോലത്തെ വീട് കാണിച്ചിട്ട് ഇത് പിണറായി വിജയന്റെ വീടാണെന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ ഈ മാധ്യമങ്ങള് നാടാകെ പ്രചരിപ്പിച്ചില്ലേ? അതിന്റെ സത്യം തിരിച്ചറിഞ്ഞപ്പോ